बोली तारे നായിന്റെ മോനെ, ഞാൻ ഈ പെരുമഴയത്ത് ഈ തീട്ടക്കുടിയിൽ തീട്ടം തരുമ്പോ നീ പാട്ടുപാടി രസിക്ക. മഴയത്തൊന്നും കേൾക്കാൻ പറ്റില്ല. നീ കേക്കില്ല, നീ മാത്രല്ല ആരും കേക്കില്ല. എത്ര ഒച്ചത്തിൽ വിളിച്ചാലും ചത്ത് മലച്ചാലും ആരും കേക്കില്ല. കേട്ടിട്ടെന്തിനാ ഈ തീട്ടം തിന്നുവാതി ജീവിക്കണ ജന്മങ്ങളെ? കേട്ടിട്ട് ആർക്ക് എന്തിനാ? अरे पानी ना तारे এমলো ঘর শূন্যের উপর পোস্তা করে ধন্য ধন্য বলি তারে മായർ മുത്തു പോയി വെള്ളം ഒഴിക്കടാ. ഒന്നും കേൾക്കില്ല. എത്ര ബാബു എവിടെ വരെ പോയി? 12 നമ്പർ പൈപ്പില്ലേ, ആശുപത്രിയിൽ അവിടെ നിന്ന് വരണേ. അവിടെയാ അവിടെയാ ബ്ലോക്ക്. ശരിയാവോ? ഓ ആവുമായിരിക്കും, നമുക്ക് നോക്കാം. സാറന്മാര് വരട്ടെ, എന്നിട്ട് അവരോട് പറയാം. ബസ് 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 എടുത്താ സാറന്മാര് വന്നിട്ട് അവരോട് പറയാണ്ട് അല്ലാതെ അല്ലാതെ എങ്ങനെ ശരിയാവുക? നിന്നോടല്ലേ പറഞ്ഞേ മതി മതിന്ന്. നീ ഇതിവിടെ എന്താ ആലോചിച്ചോണ്ടിരിക്ക? ഈ തീട്ടത്തിനെന്താ ഇത്രയും നാറ്റം? അതാ പറഞ്ഞത്, ഒരു പണിയില്ലാണ്ടിരിക്കണ ഈ മനുഷ്യന്മാരില്ലേ, അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ ദുഷിച്ച അഹങ്കാരത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ചിന്തകളൊക്കെ കൂടിക്കടന്നിട്ട് അതിങ്ങനെ ചീഞ്ഞഴിഞ്ഞിട്ടാവുന്നതാ നമ്മൾ ഇവിടുന്ന് ഈ കോരിക്കളയണ തീട്ടം. മനസ്സിലായ? ഇവരോടാ ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഇതുപോലെയുള്ള എവിടെയോ ഉള്ള കുഴിയില് ഇങ്ങനെ കുമ്മിഞ്ഞു കൂടി കെടുക്കണതാ തീട്ടെന്ന്. അതിലൊക്കെ കിടന്ന് തിളക്കണ ഞങ്ങളൊക്കെ അതിലെ പുഴുക്കളാന്നും. അല്ല, നിങ്ങളുടെയൊക്കെ പെരുത്ത കുടവയറില്ലേ, അതിനുള്ളിലാ ഏറ്റവും മാറ്റമുള്ള തീട്ടരിക്കണത്. അതിങ്ങനെ പെരുത്ത് 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 ഒരു പൊട്ടലിട്ട് അതിന്ന് ഒലിച്ചിറങ്ങണം നാറ്റമുള്ള തീട്ടമുണ്ടല്ലോ, ഈ ഭൂമിയിൽ അവശേഷിക്കണ അവസാനത്തെ സുഗന്ധത്തിനെ ഇല്ലാതാക്കും. അവസാനത്തെ സുഗന്ധത്തിനെ ഇല്ലാതാക്കും. എടാ നീ ഇതിവിടെ എന്തെടുക്കാം? ചാരയോ ഓ എന്നിട്ട് എന്തിനാ തലക്കേറ്റി വീട്ടിൽ കൊണ്ടുപോകാനാ? പിന്നെന്താക്കാനാ? അതവിടെ ഇരിക്കട്ടെ, സാറന്മാര് വന്നിട്ട് തീരുമാനിക്കാം. ഇനിയിപ്പോഴേ നമ്മളെങ്ങാനും അത് വൃത്തിയാക്കിയിട്ട് അഥവാ വൃത്തിയായി പോയാലോ ഇതിങ്ങനെ കിടക്കാം. അങ്ങനെ ആളുകൾ ഈ ഒലിച്ചിറങ്ങണ തീട്ടത്തീക്കൂടെ ഇങ്ങനെ കാല് വെക്കാൻ പറ്റാണ്ട് അവസാനം അവര് സമരം ചെയ്യണം, സമരം ചെയ്യണം. ഇതൊക്കെ ഇവിടെയൊക്കെ എന്ത് ജനാധിപത്യം എന്നാ പറയാ. അതെടുത്ത വിളക്കട. എന്താ ഇതെന്താ? പണി കഴിയുമ്പോ അത് അവിടെ വെക്കാൻ പറഞ്ഞു സാറന്മാര്. ബുദ്ധു, ലോകത്ത് ഇപ്പൊ എന്തൊക്കെയോ മഹാവ്യാധി വന്നിട്ട് ആളുകൾ ചത്തോണ്ടിരിക്ക. പുറത്തിറങ്ങാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ അപ്പോഴാ ഈ പണി കിട്ടിയത്. അതവിടെ ഇരുന്നോട്ടെ, സാറന്മാർക്ക് ഇനി ഒരു വിരോധം വേണ്ട. എന്തേ? അല്ലടാ, നീ അത് സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ, നിനക്ക് വല്ലത് മനസ്സിലായ? എന്താ വീട്ടിൽ ചിലപ്പായിരിക്കും. ജാവോ ജാവോ പോവാ. বেঁধেছে এমলো ঘর শূন্যের উপর পোস্তা করে ধন্য ধন্য বলি তারে আশা পূর্ণ হলো না আমার
মনের বাসনা বিধাতা সংসারের রাজা আমায় করিয়ে রাখলেন প্রজা বিধাতা সংসারের রাজা আমায় করিয়ে রাখলেন প্রজা মনের বাসনা বাঞ্ছা করি যুগল পদে স্বাদ মিটাবো ওই পদ সেদে বেঁধে বৈমুখ হলো তাতে দিল সংসার যত മনের വാസന ഭാരി എനിക്കൊരു ഉമ്മ തരുവോ? കുളിച്ചാലോ ഈ നാറ്റം മാറൂല. എന്നെ കാണുമ്പോ എല്ലാരും പറയും വീട്ടക്കുയിലെ തിണ്ടി. ഭാര്യ എത്ര കുളിച്ചാലും
ഈ നാറ്റം മാറൂല ഭാര്യ. മക്കളെ പേടിക്കണ്ട. നീ മാത്രല്ല, ഞാനും ഇവളും നമ്മളെ പോലെയുള്ള എല്ലാ ജന്മങ്ങളും ഈ തീട്ടക്കുഴിയിലാ ജനിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും. അത് ഈ ലോകത്തിന്റെ ഒരു കള്ളക്കളിയാ. ഒരു കള്ളക്കളി. കറുത്തവനോട് വെളുത്തവനുള്ള ഒരു കളി. വെളുത്തവനോടുള്ള കളി. ഈ കരയാതിരിക്കും. ഈ നായിന്റെ മക്കളൊക്കെ വാരി തിന്നണതേ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്കും കൂടി വിശപ്പ് മാറ്റാനുള്ളതാ. വിശപ്പ് മാറ്റാനുള്ളതാ. അത് ഓർക്കുന്നത് നല്ലതാട്ടോ. എന്താ എന്താ എന്റെ മോനെ പറ്റിയേ? കഴിക്കാൻ പറ്റില്ല ബാബു. തീട്ടം മണക്കുന്നേ. നമ്മള് തീട്ടം തിന്നണം. നമ്മള് തീട്ടം തിന്നണം. നീ കാണണ്ട. നീ കാണണ്ട അവൻ ചിരി. പല്ലടിച്ചാ ചിരിയുണ്ടല്ലോ. എന്റെ നിന്റെയൊക്കെ കറുത്ത തൊലിക്കപ്പുറത്ത് നമ്മുടെ തലച്ചോറിനെയൊക്കെ കടിച്ച് പറിച്ചെടുക്കും. അതുകൊണ്ട് നമ്മളിത് തിന്നണം. നമ്മളിത് തിന്നണം. ആരെയും പറ്റിച്ചുണ്ടാക്കിയതല്ല, തട്ടിപ്പറിച്ചതുമല്ല, അധ്വാനിച്ചുണ്ടാക്കിയതാ. അധ്വാനിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് തിന്നണം. എന്റെ മോൻ കഴിച്ചോ? വാ ഭാര്യേ. മോള് കഴിക്കും. ബാബു, എന്താ ബാബുവിന്റെ നാട് എവിടെയാ? അങ്ങനെ ഒരു നാടുണ്ടോ? എനിക്ക് നിനക്കൊക്കെ അങ്ങനെ ഒരു നാടുണ്ടോ? പിന്നെ ലോകത്തിൽ നിറയെ വിശപ്പുണ്ട്. ലോകത്തിൽ നിറയെ ആർത്തടച്ച കരച്ചിലുണ്ട്. ലോകത്തിൽ നിറയെ തീട്ടക്കുഴികളുണ്ട്. ആ തീട്ടക്കുഴിയിൽ പെടുന്ന പുഴുക്കളാ നമ്മുടെ ഈ ജന്മമൊക്കെ. ഭാവോട് സംഗീതവും ചാവ് നൃത്തവും കൃഷ്ണാനദിയിലെ ഓളങ്ങളും അല്ലാതെ ഒരു ബംഗാളുണ്ട്. കറുത്തവനെ ജാതി തിരിച്ച് ഇനം തിരിച്ച് ചമ്മട്ടി കഴിച്ച് മനുസ്മൃതിയുടെ താളുകളിൽ ചുട്ടരിക്കുന്ന ഒരു ബംഗാള് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ 5ാമത്തെ വയസ്സിലാ ഞാൻ ഈ തീട്ടം തിന്നാൻ തുടങ്ങിയത്. ആ തീട്ടക്കുഴിയിലെ കറുത്ത കുമ്പളകൾക്കടിയിലേക്ക് എന്റെ അച്ഛൻ ഒരിക്കലും തിരിച്ചു വരാതെ ആഴ്ന്നിറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കാഴ്ച ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കാം. അവിടെ ചുറ്റും കൂടി നിന്നവരെ എന്നെ അതിലേക്ക് ചവിട്ടി തള്ളിയത് എന്റെ അച്ഛനെ രക്ഷിക്കാനല്ല, മറിച്ച് അവർ തൂറി നിറച്ചത് വാരിക്കോരാനാ. അവസാനം അതെല്ലാം വാരിക്കഴിഞ്ഞപ്പോ ആ ചണ്ടിക്കുള്ളിൽ എനിക്ക് എന്റെ അച്ഛനെ കിട്ടി. മണ്ണില്ലല്ലോ അച്ഛ, മണ്ണില്ലല്ലോ. ഞാൻ ഈ തോളത്തേക്ക് നടന്നതാ. ഈ തോളത്തേക്ക് നടന്നു ദേശാന്തരങ്ങൾ കാലങ്ങള്. എന്നിട്ടും ആ തീട്ടക്കുഴിയുടെ മണം എന്നെ പിന്തുടർന്നു. നിങ്ങളുടെ മനസ്സിലെ ജാതിയുടെ ചിന്തകള് എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു.
গজায় সৃষ্টির মাঝে একটি নিষ্কাম অন্যটি সকাম നിഷ്കം ധാക്കെ ലളിതമായി ജീവിക്കുന്ന മനുഷ്യരുടെ പാദങ്ങളെ നിങ്ങൾ ആരാധിക്കുക. അവ ദേശദേശാന്തരങ്ങൾ സഞ്ചരിക്കുന്നത് സ്നേഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കാനാണ്. ആ കതിരുകൾ കൊയ്തെടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷിക്കാതിരിക്കുക. പങ്കുവെക്കുക, പങ്കിട്ടെടുക്കുക. നിങ്ങൾ എത്ര കാലം ഈ ലോകത്തിൽ സഞ്ചരിക്കും? സ്വയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര കാലം സഞ്ചരിക്കും? ഒടുവിൽ ആ നന്മയുടെ വിത്ത് നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങൾക്കപ്പുറത്ത് വിശപ്പെന്ന മതത്തെയും അന്നമെന്ന ദൈവത്തെയും നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഗുരുഗോ ഇത് ബ്രാഹ്മണന്മാർ താമസിക്കുന്ന ഗ്രാമമാണ്. ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നിയമം. ഇവൻ തോട്ടിയുടെ മകനാണ്. തോട്ടിയുടെ മകൻ. നായിന്റെ പോലെ അവന് മുണ്ട് സംഗീതം പഠിക്കണമല്ലടാ. തോട്ടിയുടെ മകനെ ഓച്ചത്തിൽ കളി വസ്ത്രം ധരിച്ചു വന്നു അത് ഓർമ്മയിലുണ്ടാവണം. ഈ പുരളിയിൽ നിന്നെ കണ്ട ഒന്നുകളയും നായ നേരെ നോക്കിയോടെ ഓടാൻ തോട്ടിയുടെ മകനും നിങ്ങളുടെ ചോരയാണെന്നോ ഒന്ന് തന്നെയാട്ടോ, ഒന്ന് തന്നെയാ. നീ എന്റെ മോളെ നോക്കണട്ടോ, നോക്കണട്ടോ. സാറ് വന്ന കണ്ടില്ലേ? നീക്കണം നിങ്ങളാണോ ഇന്നലെ ഫ്ലാറ്റിനടുത്തുള്ള ഡ്രെയിനേജ് തുറന്നിട്ട് ക്ലീൻ ചെയ്യാനാ പോകുന്നത്? അതെ സാർ. എന്നിട്ട് എന്തുകൊണ്ടാണോ പണി പൂർത്തിയാക്കാതെ തിരിച്ചു വന്നത്? സാറേ, 12 നമ്പർ അയപ്പില്ല. ആശുപത്രിയിൽ പറഞ്ഞ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല സാറേ. ഇവരുമാര് ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് ഡ്രെയിനേജാ. നീയൊക്കെ കൂടി തുറന്നിട്ട് അങ്ങനെ അടക്കാനാ പോകുന്നത്. ശരിയാക്കി അങ്ങനെ പറയല്ല സാറേ, ബാബക്ക് തീരെ വയ്യ. ഇവരെ കൊണ്ട് രാത്രി മഴയും വെയിലും കൊണ്ടിട്ടാ. ഞാൻ പറയാം,
നിങ്ങൾ വേഗം ചെന്ന് ആ ഡ്രെയിനേജ് അങ്ങോട്ട് മൂടി. ഇല്ലെങ്കിൽ ഇവിടെ ഞാനൊരു കുഴി അങ്ങോട്ട് കുത്തും. എന്നിട്ട് മൂന്നിനും കൂടി ഇവിടെ ഇട്ട് അങ്ങോട്ട് മൂടും. ഒരുത്തരും വരില്ല, ഒരു നായിന്റെ മക്കളും ചോദിക്കാൻ തരില്ല. ഞങ്ങൾ വരാം. വേഗം വന്നേക്കണം, ഞങ്ങൾ അവിടെ കാണും. എന്താടോ ഇതുവരെ കഴിഞ്ഞില്ലേ? ബാബക്ക് തീരെ വയ്യ സാറേ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? പറ്റില്ല, താഴെ എനിക്ക് പറ്റുമല്ലോ. ഏട്ടാ നല്ല മഴയാ, അവന് പരിചയില്ല. അപകട ആരെങ്കിലും ഒരാൾ വേഗം ഇറങ്ങണോ? വേണ്ട. ഞാൻ ഇറങ്ങാം സാറേ. ഏട്ടാ കുറെ നേരം രണ്ടെണ്ണം കൂടി മുത്ത 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 Baba! Mutu! Baba! 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 എനിക്കൊരു ഉമ്മയോ?
നീർനിലങ്ങളിന്നടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേര് മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീർനിലങ്ങളിന്നടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ച